നിർണായക രാഷ്ട്രീയ നീക്കവുമായി നിതീഷ് കുമാർ രാജിവെക്കാതെ ബിജെപിക്കൊപ്പം ചേർന്ന മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചേക്കും. മന്ത്രിസഭയിൽ നിന്ന് RJD മന്ത്രിമാരെ നീക്കി പകരം ബിജെപിക്കാരെ നിയമിക്കാൻ നിതീഷിന്റെ ആലോചന. ബിജെപി നിയമസഭാ കക്ഷിയോഗം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ പഴിച്ചാണ് JDU നേതാക്കളുടെ പ്രതിരോധം. എവിടെയാണ് തന്ത്രം പിഴയ്ക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആത്മപരിശോധന നടത്തണമെന്ന് JDU നേതാവ് നീരജ് കുമാർ പറഞ്ഞു. इस पार्टी के माननीय राहुल गांधी जी पदयात्रा करने का उनको अधिकार है। पदयात्रा का जो फलाफल आ रहा है कि बंगाल गए तो ममता बनर्जी जी दरकिनार हो गई, बिहार का गृह प्रवेश है तो बिहार में राजनीतिक घटनाक्रम बदल रहा है। इसलिए स्वाभाविक रूप से राहुल गांधी जी को आत्मचिंतन करना चाहिए कि रणनीति में चूक कहाँ है कि जहां हम जाते हैं वहां सहयोगी दरकिनार होना लगते हैं. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. അനൂപ്, തീരുമാനം എന്തായാലും നിതീഷ് എടുത്തു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ അതില്ലാതെ BJPയുടെ NDAയുടെ ഭാഗമാകുമോ എന്നാണ്. അതിലൊരു ക്ലാരിറ്റി എപ്പോൾ വരും? എന്തായാലും നിയമസഭ പിരിച്ചുവിട്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തലത്തിലേക്കുള്ള ചിന്ത ഇപ്പോൾ നിതീഷ് കുമാറിനോ BJPക്കോ ഇല്ല. ഇപ്പോഴത്തെ നിലയിൽ രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മന്ത്രിസഭ തന്നെ രാജിവെച്ച് നിതീഷ് കുമാർ വൈകിട്ട് 4 മണിയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനൊപ്പം 2 BJPയുടെ ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഇതാണ് ഒരു സാധ്യത. രണ്ടാമത്തേത്, നിതീഷ് കുമാർ രാജിവെക്കാതെ മന്ത്രിസഭയിലെ RJD മന്ത്രിമാരെ തേജസ്വി ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവിന് ഉൾപ്പെടെ പുറത്താക്കി പകരം ഇതിന് BJP മന്ത്രിമാരെ ഈ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക എന്നൊരു തീരുമാനം. ഇത് സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഗവർണറുടെ സമയം തേടിയിട്ടുണ്ട് നിതീഷ് കുമാർ. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നിതീഷ് ഗവർണറെ കാണാനാണ് സാധ്യത. ഇപ്പോൾ 2 നിർണായകമായ യോഗങ്ങൾ പട്നയിൽ നടക്കുകയാണ്. ഒന്നാമത്തേത് BJPയുടെ നിയമസഭാ കക്ഷി യോഗമാണ്. ആ യോഗത്തിൽ BJPയുടെ മുഴുവൻ MLAമാരും പങ്കെടുക്കുന്നു. ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷനും പങ്കെടുക്കുന്നുണ്ട്. മുൻ അധ്യക്ഷന്മാരും യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു യോഗം നടക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വീട്ടിലാണ്. യോഗം ആരംഭിച്ചിട്ടില്ല. JDU MLAമാർ നിതീഷിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം ചേരും. ഈ യോഗം അവസാനിച്ച ശേഷമായിരിക്കും നിതീഷ് കുമാർ ഗവർണറെ കാണാൻ വേണ്ടി പോകുക. എന്തായാലും നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് കൾമാറ്റത്തിലൂടെയാണ്. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് പറയാവുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ആദ്യ കാൽവെപ്പ് നടത്തിയ നേതാവ് തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തുപോയി BJPയുമായി കെട്ടിപ്പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനൂപ്, അപ്പോഴും ചില മുതിർന്ന നേതാക്കൾക്കെങ്കിലും, ലല്ലു സിംഗ് അടക്കമുള്ള ചില മുതിർന്ന നേതാക്കൾക്കെങ്കിലും ഈ NDAയുടെ ഭാഗമാകുന്നതിന് എതിർപ്പുണ്ട്. അവർക്കായി ഒരു പ്രത്യേക യോഗമൊക്കെ ഇന്ന് ഈ 10 മണിയുടെ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം വിളിച്ചിട്ടുണ്ട് നിതീഷ്. അവരെ കൂടി അനുനയിപ്പിക്കാൻ കഴിയും. ഒരു പ്രശ്നവും ഇല്ലാതെ NDAയുടെ ഭാഗമാകാൻ കഴിയും. അത് ഉറപ്പിക്കാം അല്ലേ? JDUവിലെ സ്ഥിതിഗതികൾ അങ്ങനെയല്ല. ഒന്നാമത്തേത്, 72 വയസ്സായിട്ടുണ്ട് നിതീഷ് കുമാറിന്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് കാലം നിതീഷിന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ചിന്തയുള്ള ഒരുപാട് നേതാക്കൾ JDUവിനകത്തുണ്ട്. ലലൻ സിംഗിനെ നേരത്തെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം പട്നയിൽ ചേർന്ന സമയത്തുൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ JDU ഓഫീസിൽ പോയി കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും അതിരൂക്ഷമായ പരാമർശങ്ങൾ നടത്തുകയും നിലപാടെടുക്കുകയും ചെയ്ത നേതാവാണ് ലലൻ സിംഗ്. ആ ലലൻ സിംഗിന് വീണ്ടും JDU BJPയുമായി അടുത്ത് നിൽക്കുന്നതിൽ വലിയ എതിർപ്പുണ്ട്. കഴിഞ്ഞ JDUവിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഡൽഹിയിൽ ചേർന്നപ്പോൾ ലലൻ സിംഗ് രാജി സമർപ്പിച്ചു. നിതീഷ് കുമാർ ഒരു പ്രശ്നവും കൂടാതെ അത് സ്വീകരിക്കുകയും നിതീഷ് തന്നെ വീണ്ടും പാർട്ടിയുടെ അധ്യക്ഷനായി വരികയും ചെയ്തതാണ്. ലലൻ സിംഗ് ഉൾപ്പെടെ പാർട്ടിയിൽ BJPയുമായി വീണ്ടും ചേരുന്നതിൽ അസംതൃപ്തിയുള്ള നേതാക്കളുണ്ട്, MLAമാരുണ്ട്. ആ MLAമാരെ കൂടെ നിർത്താനുള്ള ശ്രമം RJDയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുവെന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിലെ ചില MLAമാരെ BJP ബന്ധപ്പെടുന്നു എന്ന വിവരങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്നതിനപ്പുറം വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ബീഹാറിൽ ഉരുത്തിരിയുന്നുണ്ട് എന്നതാണ്. എല്ലാ കുറ്റവും രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് ഇടാൻ, അദ്ദേഹം ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് അവിടെ സംസ്ഥാനത്തെ. അദ്ദേഹം എല്ലാം രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് തലയൂരാൻ ശ്രമിക്കുകയാണ്. അതായത് കൃത്യമായി BJP നേതാക്കൾ അമിത് മാളവ്യ അടക്കമൊക്കെ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ JDUയുടെ MLA പറയുന്നത്. നോക്കൂ, ഭാരത് ന്യായ് യാത്ര എവിടെ നിന്ന് ആരംഭിച്ചു, ആ സംസ്ഥാനങ്ങളിലൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളത് BJP പറഞ്ഞ വാചകങ്ങളാണ്. അത് തന്നെ JDU നേതാക്കൾ പറയുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ എന്തായാലും ഇനി JDU ഇല്ല, അത് നമുക്ക് ഉറപ്പിക്കാം.
ഇന്ത്യ മുന്നണിയിൽ ഇനി JDU ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം. അതിൽ അങ്ങനെ ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ BJPയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് വീണ്ടും മഹാഗഡ്ബന്ധനിലേക്ക് എത്തി ലാലുവും നിതീഷും ചേർന്ന് നിന്ന് ഒരു പുതിയ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഇരുവരും ചേർന്ന് ഡൽഹിയിലേക്ക് വന്ന് സോണിയാഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും കണ്ടാണ് ഇന്ത്യ സഖ്യം എന്ന പേരപ്പോൾ ഇട്ടിട്ടില്ല എങ്കിലും ഒരു BJPക്ക് എതിരെ ഒരു സഖ്യത്തെ രൂപീകരിക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ നടത്തിയത്. അതായത് ഇന്ത്യ സഖ്യം രൂപീകരിക്കാനുള്ള ആദ്യ കാൽവെപ്പ് നടത്തിയ നേതാവാണ് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും. ആ നിതീഷാണ് സഖ്യം വിട്ടു പോകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തിക്കാണിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നേതാവ്, കൺവീനറായി മഹാഭൂരിപക്ഷം പാർട്ടികൾ നിർദ്ദേശിച്ച നേതാവ് ആണ് ഇപ്പോൾ സഖ്യം വിട്ടു പോകുന്നത്. അതിന് കാരണമായി JDU പറയുന്നത് ജനുവരി മാസം 13-ാം തീയതി ഓൺലൈനായി ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം, ആ യോഗത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയെ സഖ്യത്തിന്റെ ചെയർമാനായി നിശ്ചയിച്ചത്. അതിനുശേഷം സഖ്യത്തിന്റെ കൺവീനർ ആരാവണമെന്ന ചോദ്യം വന്നപ്പോൾ CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു നിതീഷ് കുമാർ കൺവീനർ ആവട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ എന്നാൽ മറ്റ് പല പാർട്ടികൾ അതിനെ അനുകൂലിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു മമതാ ബാനർജി ഇന്നത്തെ യോഗത്തിലില്ല, മമതയുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് രാഹുൽ ഗാന്ധി ആ യോഗത്തിൽ പറഞ്ഞു. ഇത് തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ്, തന്നെ മാറ്റി നിർത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അപമാനിക്കപ്പെട്ടു, ഞാനിനി ഈ സഖ്യവുമായി മുന്നോട്ട് പോകില്ല എന്ന നിലപാട് നിതീഷ് കുമാർ JDUവിൽ പറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി രൂപപ്പെടുന്നത് ബീഹാറിൽ നിന്ന് തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.